നമ്മുടെ ഉപരാഷ്ട്രപതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് പറയുകയാണ്, താങ്കൾ പാർലമെന്റിലേക്കൊന്ന് വരൂ എന്നുള്ളത്. അത് ഇന്ത്യ മുഴുവനും ശ്രദ്ധ ആകർഷിച്ച ഒരു സംഭവമായി മാറുകയും ചെയ്തു. നമുക്കറിയാം സർ, ഈ CJP-യുമായി ബന്ധപ്പെട്ടുള്ള പ്രൊട്ടസ്റ്റ് വന്ന സമയം മുതൽ അമിത്ഷായെ അവിടെ എങ്ങും കണ്ടിട്ടില്ല. മോദിയെ പോലും കൃത്യമായി കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ മോദി റീലിലെങ്കിലും വന്നു എന്നുള്ളതെങ്കിലും നമുക്ക് പറയാം, വീഡിയോയിൽ വന്നു എന്നുള്ളതെങ്കിലും പറയാം. അമിത്ഷായെ കാണുന്നതേയില്ല. സത്യത്തിൽ ഇതിന് കൃത്യമായ ഒരു ഉത്തരം, ഈ പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധവും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ലാത്തിചാർജ് കാര്യങ്ങൾ എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഉത്തരം നൽകേണ്ടത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നു എന്നുള്ളത് ഭാരതത്തിന് അറിയണ്ടേ? തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ ക്യാബിനറ്റ് സംവിധാനത്തിൽ നമ്മുടെ ബ്രിട്ടീഷ് ക്യാബിനറ്റ് സംവിധാനമാണല്ലോ നമുക്കുള്ളത്. എം പിമാർ തിരഞ്ഞെടുക്കുന്ന ഭൂരിപക്ഷമുള്ള എംപിമാരുടെ പ്രധാനമന്ത്രിയുടെ മന്ത്രിസഭ, അവരാണ് എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്ന അവരാണ്. പ്രസിഡന്റ് പേരിന് മാത്രം. അപ്പോൾ ഒരു നാട്ടിലൊരു പ്രശ്നമുണ്ടായാൽ അതിന് മറുപടി പറയാൻ, പ്രത്യേകിച്ചും ഗവൺമെന്റുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ടായാൽ അതിന് മറുപടി പറയാൻ ബന്ധപ്പെട്ട മന്ത്രിമാരോ വകുപ്പ് മന്ത്രിമാരോ പ്രധാനമന്ത്രിയോ പാർലമെന്റിൽ ഉണ്ടാവുക എന്നത് വളരെ വളരെ പ്രധാനമാണ്. കാരണം അവർക്ക് പാർലമെന്റിൽ ഇരിക്കാനാണ് മന്ത്രിയായിട്ട് ശമ്പളം കൊടുക്കുന്നതും വണ്ടി കൊടുക്കുന്നതും ഒക്കെ. അവർക്ക് പൈസ കൊടുക്കും. ഇവിടെ ഇപ്പൊ നമ്മൾ കാണുന്ന വളരെ രസകരമായ ഒരു കാര്യം, മോഡി ഒരിക്കലും തന്നെ നിർണായക സമയങ്ങളിൽ പാർലമെന്റിൽ ഉണ്ടാവാറില്ല, ചോദ്യം പറയാറില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ഞായറാഴ്ചത്തെ മൻ കി ബാത്തും, അല്ലെങ്കിൽ ഇപ്പൊ ഏറ്റവും ഒടുവിലാണ് അർദ്ധരാത്രിയിലെ റീലും ഒക്കെ ആയിട്ട് അദ്ദേഹം രംഗപ്രവേശം ചെയ്തു. ഈ വിഷയത്തിൽ ഇപ്പൊ CJP-യുമായി ബന്ധപ്പെട്ട സമരം, അതിന്റെ അറസ്റ്റ്, പോലീസ് അതിക്രമങ്ങൾ, രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾക്കെതിരായി നടത്തിയത്, പെല്ലറ്റ് പ്രയോഗം, അങ്ങനെ തുടങ്ങി നിരവധി വിഷയങ്ങൾ സമരം ചെയ്യുന്നവർ ഉന്നയിച്ചു. പ്രതിപക്ഷം അതിനേക്കാൾ ശക്തമായി പാർലമെന്റിൽ ഉന്നയിച്ചു. പൊതുസമൂഹത്തിന് അറിയേണ്ട കാര്യമാണ് എന്താണ് അവിടെ നടന്നത്. മാത്രമല്ല പ്രതിപക്ഷം വളരെ കാറ്റഗോറിക്കലായി സംശയമില്ലാതെ പറഞ്ഞു, അവിടെ ബുള്ളറ്റ് പ്രയോഗിച്ചതും ഒക്കെ അമിത്ഷാ നിർദ്ദേശിച്ചത് കൊണ്ടാണ് എന്ന് കൃത്യമായി പാർലമെന്റിൽ പറയുന്നു. അത് ഞാനല്ല പറഞ്ഞ് എന്ന് പറയാനെങ്കിലും പ്രധാനമന്ത്രി വരണം. അതിന് പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ വരണം. ആഭ്യന്തരമന്ത്രി ആണെങ്കിൽ ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ പ്രധാനമന്ത്രിക്ക് പറയാം, ആർക്ക് വേണ്ടിയും പറയാം. പക്ഷെ ഇവർ രണ്ടുപേരെയും നമ്മളിപ്പോ കാണാനില്ല. ഇത് പാർലമെന്ററി ജനാധിപത്യത്തോടുള്ള ഏറ്റവും വലിയ അവഹേളനമാണ്. കാരണം ഇന്ത്യ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും ശക്തമായ ഒരു സമരമാണ് CJP-യുടെ സമരം. മുമ്പ് ആ സമരത്തെ അമേരിക്കൻ ഏജന്റുമാരുടെ സമരം, ചൈനക്കാരുടെ സമരം, പാകിസ്ഥാൻകാരുടെ സമരം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ ഞാൻ കണക്കാക്കുന്നത് മോഹൻ ഭാഗവത് അവസാനം പറഞ്ഞു അത് കുട്ടികളുടെ സമരമാണ്, വേണ്ട രീതിയിലല്ല നേരിട്ടത് എന്ന അർത്ഥത്തിൽ അദ്ദേഹം തന്നെ പറയുന്നു. മോഹൻ ഭാഗവത് എന്ന് പറഞ്ഞാൽ സംഘപരിവാറിന്റെ ഹെഡാണ്, RSSന്റെ ഹെഡാണ്, സർസംഘചാലകാണ്. മാത്രമല്ല മോഡിയൊക്കെ തന്നെ ഞങ്ങൾ സംഘപരിവാറുകാരാണ് എന്ന് പറയാൻ ആവേശം കാട്ടുന്നവരാണ്, അവർ ഞങ്ങളെ ഗൈഡ് ചെയ്യുന്നവരാണ് എന്ന് തുറന്നു പറയുന്നവരാണ്. എന്നിട്ട് പോലും ഇത്രയും വൃത്തികെട്ട ആരോപണങ്ങൾ മുഴുവൻ ഉന്നയിച്ചു. ആരോപണങ്ങൾ മുഴുവൻ RSS പോലും തള്ളിക്കളഞ്ഞു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇതിന് മറുപടി പറയാൻ ഈ അമിത്ഷായ്ക്ക് ബാധ്യതയുണ്ടല്ലോ. എന്തുകൊണ്ട് കുട്ടികളെ ഈ പ്രക്ഷോഭം എങ്ങനെ തുടങ്ങി, എന്തുകൊണ്ടുണ്ടായി? ഇപ്പൊ നീറ്റ് പരീക്ഷയുടെ അവസാനം പ്രധാൻ രാജിവെക്കണം എന്നായിരുന്നു ആവശ്യം. പ്രധാൻ ഒരു ഗതിയില്ലാതെ രാജിവെച്ചു. പക്ഷെ അതുകൊണ്ട് തീർന്നില്ലല്ലോ. ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസ് പിൻവലിക്കാന്ന് പറഞ്ഞു, ഉറപ്പ് കൊടുത്തു. ഒരു കേസും പിൻവലിച്ചിട്ടില്ല, കേസുകൾ പിൻവലിക്കുന്നില്ല. അപ്പോ ഒരു ഉറപ്പ് കേന്ദ്ര സർക്കാർ കൊടുത്താൽ ആ ഉറപ്പ് പാലിക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ട ചുമതല മന്ത്രിക്കാണ്. അപ്പോ ആ മന്ത്രിയെ കാണാനില്ല. അമിത്ഷാ പാർലമെന്റിലേക്ക് വരൂ എന്ന് ഒരു ചെയർമാൻ, ഇപ്പൊ നമ്മുടെ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ ചെയർമാൻ, രാജ്യസഭയുടെ സ്പീക്കർ, അദ്ദേഹത്തിന് പറയേണ്ടി വന്നു അമിത്ഷാ ഒന്ന് പാർലമെന്റിലേക്ക് വരൂ എന്ന് സ്പീക്കർക്ക് പറയേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? അതിശക്തമായ പ്രതിപക്ഷ പ്രക്ഷോഭം പാർലമെന്റിൽ നടക്കുന്നു. ഇപ്പോ രാജ്യസഭയിൽ ഖാർഗെയും ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി, അങ്ങനെയില്ല, എല്ലാവരും. സത്യത്തിൽ ഇതൊരു പ്രതിപക്ഷത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കൂടിയായിട്ട് നമുക്ക് കണ്ടുകൂടെ. കാരണം ഇതുവരെയും ഇത്രയും ശക്തമായ രീതിയിൽ ഒരു പ്രതിഷേധം നമ്മൾ കണ്ടിട്ടില്ല. CJP വന്നതിന് ശേഷമാണ് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം സടകുടഞ്ഞെണീക്കുന്നതല്ലേ. അല്ല, അത് CJP-യുടെ സമരം ഭരണപക്ഷത്തിന് മാത്രമല്ല പ്രതിപക്ഷത്തിനുമുള്ള താക്കീതായിരുന്നു എന്ന് കണ്ടെത്തിയ ഒരാളാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഇന്ന് ഞാനത് പറയുന്നു. പ്രതിപക്ഷം എന്നല്ല, ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികളോട് ഇവിടുത്തെ യുവാക്കൾ, വിദ്യാർത്ഥികൾ ഒരു ചോദ്യം ഉന്നയിച്ചു. ആ ചോദ്യം ഇതാണ്:
ഏത് അനീതി നടന്നാലും നിങ്ങൾ മിണ്ടാതിരിക്കുമോ? നിങ്ങൾ വെറുതെ കുറച്ച് ഫോർമലായ ചില പ്രകടനങ്ങൾ നടത്തി പോകുമോ? ഉം. അതല്ല, നിങ്ങൾ അതിനോട് പ്രതികരിക്കുമോ? ജനങ്ങൾക്കൊപ്പം നിൽക്കുമോ? ആ ചോദ്യത്തിന് പ്രതിപക്ഷം പോസിറ്റീവായി മറുപടി കൊടുത്തു. ഞങ്ങൾ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു. അവർ ആ വിഷയം പലതരത്തിൽ ഏറ്റെടുത്തു. സമരത്തോട് യോജിച്ച സമര വേദിയിൽ പോയ ആളുകളുണ്ട്, സമരത്തെ പുറത്തുനിന്ന് സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രകടനവും സർജിക്കൽ സ്ട്രൈക്കും ഒക്കെ നമ്മൾ കണ്ടതാണ്. പാർലമെന്റിൽ പ്രതിപക്ഷ എംപിമാരുടെ വലിയ ശക്തമായ പ്രകടനം, ഗാന്ധി സ്ക്വയറിലേക്കുള്ള യാത്ര, ഒരു പരിധിവരെ ഇന്ത്യ മുന്നണി ഒന്നിച്ച് നിൽക്കുന്ന പോലെയുള്ള ഒരു അവസ്ഥ വന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ തീർച്ചയായും പ്രതിപക്ഷം ആ ചുമതല ഏറ്റെടുത്തു. പക്ഷേ ഭരണപക്ഷം ആ ചുമതല ഇപ്പോഴും ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, അതിൽ നിന്ന് വളരെ തന്ത്രപരമായി ഒളിച്ചോടുകയാണ്. ഈ ഒളിച്ചോട്ടം നാണക്കേടാണ് എന്നാണ് സ്പീക്കർ പറഞ്ഞത്. അത് തന്നെയാണ് RSS സംഘചാലകൻ യെസ്, പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്. അപ്പോ RSSന് പോലും സഹിക്കാൻ പറ്റാത്ത രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ആയിപ്പോയി. അവർക്ക് പോലും സ്വീകാര്യമാവുന്നില്ല. അവരിവരെ പിന്താങ്ങുന്ന ആളുകളാണ്, ഇവരുടെ മെന്റർമാരാണ്. എന്നിട്ട് പോലും അവർക്ക് പിന്താങ്ങുന്നില്ല. അപ്പൊ എന്തു പറ്റും? ഇപ്പോ അമിത്ഷാ പാർലമെന്റിലേക്ക് വന്നില്ല എങ്കിൽ അതിനർത്ഥം അവർ ഈ പറഞ്ഞ ആരോപണങ്ങളൊക്കെ അംഗീകരിക്കുന്നു എന്നാണ്. കുട്ടികളെ പെല്ലറ്റ് ഉപയോഗിക്കാൻ പറഞ്ഞത് അമിത്ഷയാണ്. അമിത്ഷയാണെന്ന് പറയുമ്പോൾ അല്ല എന്ന് പറയാൻ ഒരാൾ വേണ്ടേ? അവിടെ വരുന്നില്ല. അപ്പോ പാർലമെന്ററി ജനാധിപത്യത്തിൽ അക്കൗണ്ടബിലിറ്റി എന്നൊരു വിഷയത്തിനാണ് ഇവര് സമരം ചെയ്തത്. ഇപ്പൊ വിദ്യാഭ്യാസത്തിലെ അക്കൗണ്ടബിലിറ്റി, മറ്റു എല്ലാത്തിലും ഗവൺമെന്റ് അക്കൗണ്ടബിൾ ആവണം, ഉത്തരവാദിത്വം ഉണ്ടാവണം, ആൻസറബിൾ ആവണം, ഉത്തരം പറയണം. അതാണല്ലോ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ആ ഉത്തരം പറയുന്നതിൽ ഗവൺമെന്റ് ദയനീയമായി പരാജയപ്പെട്ടു എന്ന് കാണിക്കുന്നതാണ് ഇപ്പോഴത്തെ ഉദാഹരണങ്ങൾ. പ്രത്യേകിച്ചും അമിത്ഷാ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. അമിത്ഷാക്കെതിരെയാണ് മിക്കവാറും ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഈ ധർമ്മേന്ദ്ര പ്രധാനെ രക്ഷിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളെയും മറ്റ് സമരം ചെയ്യുന്നവരെയും അടിച്ച് തകർത്തു എന്ന് പറയുന്നതും, ഇപ്പോൾ പെല്ലറ്റ് ഉപയോഗിച്ചതിനൊക്കെ തെളിവ് കാണിച്ചല്ലോ. പെല്ലറ്റ് ഉപയോഗിച്ചതിന് തെളിവുണ്ട്. ഈവൻ ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതി ഞങ്ങൾ വീഡിയോ കാണില്ല എന്ന്. ഇപ്പൊ സുപ്രീം കോടതി വരെ ഇടപെട്ടു, വീഡിയോ കണ്ടു. സുപ്രീം കോടതി തന്നെ പറഞ്ഞു കുട്ടികളോട് ഇങ്ങനെയല്ല പെരുമാറേണ്ടത്, ഈ സമരത്തെ ഇങ്ങനെയല്ല നേരിടേണ്ടിയിരുന്നത് എന്ന അർത്ഥത്തിൽ സുപ്രീം കോടതി വരെ അഭിപ്രായം പറഞ്ഞു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ എക്സിക്യൂട്ടീവിന്റെ ഏറ്റവും ഉത്തരവാദപ്പെട്ട രണ്ടുപേർ, പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും, ഹാജരായി തങ്ങളുടെ നിലപാട് പറയുന്നില്ല എങ്കിൽ അവർക്ക് ഈ ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വാസമില്ല എന്നർത്ഥം. ഞാനൊരു സംവിധാനത്തിൽ ചുമതലയുണ്ടെങ്കിൽ ആ ചുമതല ഞാൻ നിറവേറ്റുന്നില്ല എങ്കിൽ എനിക്ക് ആ സംവിധാനത്തിൽ വിശ്വാസമില്ല എന്നാണ് അർത്ഥം. ഈ പോക്കാണെങ്കിൽ സ്വാഭാവികമായും ഈ ഒരു 2029 ഒക്കെ എത്തുന്നതിന് മുമ്പ് ഈ സർക്കാർ താഴെ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. സർക്കാർ താഴെ വീഴുമോ എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇവർക്ക് എല്ലാ ഉടായിപ്പ് പരിപാടികൾ പറയും. ചില എംപിമാരെ വാങ്ങാൻ അറിയാം, വിൽക്കാൻ അറിയാം, പല കലാപരിപാടികൾ അറിയാം. അതുകൊണ്ട് സർക്കാർ താഴെ വീഴുമോ എന്നുള്ളതല്ല, സർക്കാരിന്റെ പ്രതിച്ഛായ ഏതാണ്ട് നെല്ലിപ്പടി കണ്ടിരിക്കുന്നു. ഇപ്പൊ കേന്ദ്ര സർക്കാർ ഇതുവരെ മോഡി അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നിരുന്നു. ഇന്നലെ എനിക്ക് തോന്നുന്നു അരുന്ധതി റോയിയാണ് പറഞ്ഞത്, 24 കൊല്ലം കൊണ്ട് ബിൽഡ് ചെയ്ത ഈ ഇമേജ്, ആ ഫോൾസ് ഇമേജ് രണ്ടാഴ്ചയുടെ ഈ പാറ്റകളുടെ കുട്ടികളുടെ സമരം കൊണ്ട് തകർന്നു വീണിരിക്കുന്നു. ശരിക്കും സംഭവിച്ചത് അതാണ്. മോദിയുടെ അമിത്ഷായുടെ ഇമേജ് തകരുന്നു. ഈ തകർച്ച എങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെ ബാധിക്കും? ഇപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് ഡോസ് വരാൻ പോകുന്ന അടുത്ത വർഷം ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ ഇവർ ദയനീയമായി തോറ്റാൽ അതിന്റെ ഉത്തരവാദിത്വം കേവലം യോഗി ആദിത്യനാഥിനെ മാത്രം ഏൽപ്പിക്കാനാണ് മോഡി ശ്രമിക്കുന്നത്. കാരണം യോഗി ആദിത്യനാഥ് പകരം വരാൻ സാധ്യതയുള്ള ഒരാളാണ്. മോഡി കഴിഞ്ഞാൽ ആദിത്യനാഥോ എന്ന ചോദ്യമുണ്ട്. അയാളെ പൊളിക്കുക എന്നുള്ളതാണ് മോഡിയുടെ തന്ത്രം എന്ന് ഏതാണ്ട് വ്യക്തമാണ്. പക്ഷെ UP-യിൽ തോൽക്കുന്നു. UP-യിൽ തോറ്റാൽ ആദിത്യനാഥിനാണല്ലോ കുഴപ്പം, പ്രധാനമന്ത്രിക്ക് അല്ലല്ലോ എന്ന് പറയാം. പക്ഷെ ഇപ്പൊ ബീഹാറിൽ തോറ്റു. ബീഹാറിൽ ഉപതെരഞ്ഞെടുപ്പിൽ ദയനീയമായി തോറ്റു. ഈ അഖിലേന്ത്യാ പ്രസിഡന്റ് റെപ്രസെന്റ് ചെയ്തിരുന്ന മണ്ഡലത്തിലാണ് തോറ്റുപോണത്. അവിടെ 50,000 വോട്ടിന് ജയിച്ച സ്ഥലത്താണ് ഇപ്പോ 20,000 വോട്ടിന് ഇവർ തോൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ സർക്കാരിനെതിരായ ഒരു വികാരം വളർന്നു വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അതിനെ നേരിടണമെങ്കിൽ കൃത്യമായ മറുപടി വേണം. ഇപ്പൊ അമിത്ഷാ ഇനിയിപ്പോ വന്നാലും വന്നില്ലെങ്കിലും അമിത്ഷായ്ക്ക് കിട്ടാനുള്ള ഡാമേജ് ഈസ് ഓൾറെഡി ഡൺ എന്ന് പറയും. നമ്മൾ രാജിയിലേക്ക് പോയിക്കൂടാന്നുമില്ല. കാരണം ഞാൻ കണക്കാക്കുന്നത് സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഇനി അമിത്ഷായും മോഡിയും കൊണ്ടു നടക്കുന്നത് അത്ര ഗുണമല്ല എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്. അവരുടെ താല്പര്യം അനുസരിച്ചാണല്ലോ ഇത് മാറുക. അങ്ങനെ വന്നാൽ മോഡി അമിത്ഷായും മാറുകയും, മോഡിക്ക് പ്രായം ആയി എന്ന് പറയാം, അമിത്ഷായ്ക്ക് വേറെ എന്തെങ്കിലും പറയാം,
ആരോഗ്യ പ്രശ്നം എന്തെങ്കിലുമൊക്കെ പറയാം. എന്നിട്ട് പുതിയ ആളുകളെ കൊണ്ടുവരാൻ സംഘപരിവാർ ശ്രമിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അല്ലെങ്കിൽ യു പി തെരഞ്ഞെടുപ്പിലൊന്നും ഇവർക്ക് ഇനി രക്ഷപ്പെടാൻ കഴിയില്ല. യു പിയിൽ പരാജയപ്പെട്ടാൽ പിന്നെ EVM വെച്ചൊക്കെ കളിക്കുമോ എന്നുള്ളത് വേറെ പ്രശ്നം. യു പിയിൽ പരാജയപ്പെട്ടാൽ പിന്നെ ഇവർക്ക് ഒരു കാരണവശാലും ഇന്ത്യൻ ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. കാരണം ഭരണത്തിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു സ്റ്റേറ്റ് യു പി ആണ്. യു പി ആണ് ഇവിടുത്തെ മറ്റേ പ്രധാനമന്ത്രിമാരെ ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ യു പിയിൽ നിന്ന് തകർച്ച ആരംഭിച്ചാൽ ആ തകർച്ച 2029 പോകുമെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അറിയാം. അതുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കുന്ന സംഘപരിവാർ RSS ഇവരെ മാറ്റാൻ ശ്രമിക്കും എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അങ്ങനെയാണെങ്കിൽ ഇവര് പോകാനും സാധ്യത.